ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന സീസണിലേക്ക് റയലിന് ഒരു റൈറ്റ് ബാക്കിന് ആവശ്യമായി വരികയാണ്. ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് അവിടെയുണ്ട്. പക്ഷേ ഡാനി കാർവഹൽ ക്ലബ്ബ് വിടുകയാണ്. അദ്ദേഹത്തിന്റെ പൊസിഷനിലേക്കാണ്, അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്കാണ് ഒരു റൈറ്റ് ബാക്കിന് ഇപ്പോൾ റയലിന് ആവശ്യമായി വരുന്നത്. ആദ്യം യുവാൻലുവിനെ റയൽ പരിഗണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൽ താല്പര്യമില്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. യുവാൻലു എന്ന ഓപ്ഷൻ ഇപ്പോൾ റയൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും 4 ഓപ്ഷനുകളാണ് റയലിന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതിലൊന്ന് പെഡ്രോ പോറോയാണ്. ടോട്ടൻഹാമിന് വേണ്ടി കളിക്കുന്ന റൈറ്റ് ബാക്ക് ആണ് പെഡ്രോ പോറോ. പക്ഷേ പ്രശ്നം എന്തെന്നാൽ വലിയ തുകയാണ് അദ്ദേഹത്തിന് വേണ്ടി സ്പർസ് ആവശ്യപ്പെടുന്നത്. ഇത്രയധികം തുക ചിലവഴിക്കാൻ റയൽ ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ പെഡ്രോ പോറോ വരാനുള്ള സാധ്യത കുറവാണ്. അതല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ വില കുറയേണ്ടതുണ്ട്. മറ്റൊരു ഓപ്ഷൻ ഡിയേഗോ ഡാലോട്ടാണ്. അതായത് ഹൊസെ മൊറീഞ്ഞോക്ക് താല്പര്യമുള്ള താരമാണ് ഡിയേഗോ ഡാലോട്ട്. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന പോർച്ചുഗീസ് താരമാണ് ഡാലോട്ട്. അദ്ദേഹത്തിൽ ഇപ്പോൾ മൊറീഞ്ഞോക്ക് താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് 2 ഓപ്ഷനുകൾ അത് റയലിന്റെ അക്കാദമിയിൽ ഉള്ള താരങ്ങളാണ്. അതായത് റയലിന്റെ അക്കാദമിയിൽ ഉള്ള റൈറ്റ് ബാക്കുമാരാണ് ജീസസ് ഫോർട്ടി, അതുപോലെ തന്നെ ഡേവിഡ് ജിമിനസ് ഈ സീസണിൽ റയലിന് വേണ്ടി കളിച്ച താരമാണ്. ഈ 2 താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ പ്രൊമോട്ട് ചെയ്യുക എന്ന ഒരു ഓപ്ഷനാണ് റയലിന്റെ മുന്നിലുള്ളത്. ഇങ്ങനെ 4 ഓപ്ഷനുകളുണ്ട്. ഇതിൽ ഏത് ഓപ്ഷനെയാണ് റയൽ സ്വീകരിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്നും താരങ്ങളെ ലഭിച്ചിട്ടില്ലെങ്കിൽ ജീസസ് ഫോർട്ടി അതല്ലെങ്കിൽ ഡേവിഡ് ജിമിനസ് തുടങ്ങിയ താരങ്ങളെ റയൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. ഏതായാലും ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് അലക്സാണ്ടർ അർണോൾഡ് തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ടാണ് ഇപ്പോൾ റയലിന് ഒരു റൈറ്റ് ബാക്കിന് ആവശ്യമായി വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.